പ്രിയരെ, കല ദൈവത്തിന്റെ വരദാനമാണ്. കലാകാരന്മാർ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾ. അഭിനയിക്കുന്ന ആളുകൾ, പാട്ടുപാടുന്ന ആളുകൾ, ചിത്രം വരയ്ക്കുന്ന ആളുകൾ, എഴുതുന്ന ആളുകൾ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർ, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വരി, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കമോൺ. നമസ്കാരം. എന്താണ് പരിപാടി? എന്ത് നമ്മളെ ഒരു കല ഇതാണിത്. ഇതൊക്കെ നിങ്ങള് മരത്തിലുണ്ടാക്കിയത്? മരത്തിലാണ്. മരണ്ട്, പിന്നെ അത് കോൽക്കളിക്കോല്, ഇത് ചെണ്ടക്കോല്, ഇത് പുളി. ചെണ്ടക്കോല? ആ, ചെണ്ടക്കോല്. ഇത് ചപ്പങ്ങ. മരാണല്ലോ, വേറെ വേറെ മരങ്ങൾ. ഇത് ചർക്ക. അത് മോഡൽ. ഇത് കറക്റ്റ് നല്ല ചർക്കമായി തന്നെയാണ്. അത് നമ്മള് ഷോപ്പിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതെങ്ങനെ നിങ്ങള് പിന്നെ ഓർഡർ അനുസരിച്ച്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യത്യസ്തനായ കലാകാരൻ. പിന്നെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. എന്താ പേര്? പേര് പ്രമോദ് എന്നാണ്. പക്ഷെ നാട്ടിൽ അറിയപ്പെടുന്നത് അമ്പിളി എന്ന് പറഞ്ഞെങ്കിൽ. ആ, അമ്പിളി അല്ലേ? അമ്പിളിച്ചേട്ടൻ, ജഗതി ചേട്ടന്റെ പേരാണ്. ആ, ഇതെന്താ? ഇത് നാദസ്വരം. അതിന്റെ ഡെമ്മിയാണ്. കാണുമ്പോ വിളിക്കാൻ അത് അതിന്റെ ഡെമ്മിയാണ്. എന്നുവെച്ചാൽ നാടകത്തിന് അങ്ങനത്തെ. ഇത് കുറുങ്കോയിൽ എന്ന് പറയും. ഇത് വാദ്യോപകരണത്തിന് വായിക്കുന്ന അതിന്റെ ഡെമ്മി. എന്താ പേര്? കുറുങ്കോയിൽ. കുറുങ്കോയിൽ, അതിന്റെ ഡെമ്മി. ഇതൊക്കെ കണ്ടാ ശരിക്ക് മരത്തില് ചെയ്താന്ന് തോന്നൂല. അത് കുമിഴ് കൊണ്ടാണ് ഇതൊക്കെ. കുമിഴാണ് കൊത്തുപണിക്ക് എടുക്കുക. കുമിഴ് എന്നുള്ളത് മരത്തിന്റെ പേര്. അതാണ് കൊത്തുപണിക്ക് എടുക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടോ? ഇവിടെ ദുർലഭമാണ്. ഇതൊക്കെ ശരിക്കും നല്ല ചെയ്യുന്നല്ലേ? ഇതൊക്കെ ശരിക്കും ഇപ്പൊ നല്ല ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ടാവില്ലേ. ഇപ്പൊ ഇത് എത്ര കാലങ്ങൾ തുടങ്ങിയിട്ട്? 17 കൊല്ലായി. 17 മൊത്തത്തില്. ആദ്യമൊക്കെ ഒരു ഇതുപോലെ ആയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് സ്വയം ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. സ്വയം. ആദ്യം എന്താ പണി? ആശാരിപ്പണി. സാധാ എല്ലാവരും അതൊക്കെ അതിന് പണി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതാണ് മെയിന്. പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു. പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു. ഇതൊക്കെ കണ്ടാലേ ശരിക്ക് മരത്തിലുണ്ടാക്കിയാൻ തോന്നൂല. നല്ലൊരു ട്രോഫി പോലെ തന്നെ. ഇത് ഒരൊറ്റ കഷ്ണം. ഒറ്റ കഷ്ണം. ഇത് വേറെ. ഇത് വേറെ കഷ്ണം. അതല്ലാണ്ട് കിട്ടൂല. ഇതിന്റെ ചെറുതും അതിന്റെ ചെറുത്. അതിന്റെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു. സമ്മാനത്തിന് കൊടുക്കാൻ അങ്ങനെ വരും ആരെങ്കിലും. ഇത് നടരാജ വിഗ്രഹം. അത് ഒറ്റ കഷ്ണത്തിലാണ്. ഒറ്റ കഷ്ണം അല്ലേ? ഒറ്റ കഷ്ണം. ഇത് അടിയിലത്തെ മാത്രം വെച്ച് മറ്റേ ഒറ്റ കഷ്ണത്തിൽ. നല്ല ഈ മുഖവും സംഗതിയൊക്കെ കൊത്തി. ഇത് ശംഖ് അല്ലേ? ശംഖ്. ഇത് ഒറ്റ മരത്ത് ചെയ്യുന്നതാണ്. ഒറ്റ മരത്ത് ചെയ്തല്ലേ? ഇത് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഈ ഒരു രൂപം വന്നിട്ട് ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അതപ്പോ എനിക്ക് ഉണ്ടാക്കി നോക്കുക, അത് വിളിക്കാനാകുന്നു. സംഭവം വിളിയും. അത് ചെറുതായിട്ടുണ്ട്. പക്ഷെ ലക്ഷ്യം പണിയുണ്ട്. ഒന്നുകൂടെ ഒരു ചെറിയതാക്കാൻ വിളിയൂ. പക്ഷെ ചെറിയ ശബ്ദം വരും. പക്ഷെ ശങ്കിന്റെ ശബ്ദമായി വരും. അതിന് ലക്ഷ്യം പണിയുണ്ട്. ഞാൻ വിളിച്ച അങ്ങനെ വിളിയാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്. വിളിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദം വരും. അത്രേ വരും. ലക്ഷ്യം ഇതാക്കാണ്ട് അത് വന്നല്ലോ. പിന്നെ എന്തായാലും ശബ്ദമായി വരും. ശരിക്കും ഉണ്ടാക്കുന്നത് ഒരു ഒറിജിനലായിട്ട് വേണമെന്നുള്ളതാണ്. ഞാൻ എന്തുണ്ടാക്കിയാലോ എങ്ങനെയാ തോന്നുന്നുണ്ട് കാണുമ്പോ? എല്ലാ സാധനം കാണുന്ന സമയത്ത് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും എടി എത്തിയിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ആരും ഇങ്ങനെയൊന്നും വരാനോ ആക്കാനൊന്നും ആരും ഇല്ല. അതിനെക്കൊണ്ട് ആണിങ്ങനെ ആയിപ്പോയത്.
ഇത് നോക്കും അല്ലേ? ആ നോക്കാം, കാളകൂട്ടിന്റെ. കാളകൂട്ടിന്റെ ഇത് ശരിക്ക് പിന്നെ കാളകൂട്ടിന് ഉപയോഗിക്കില്ല. കാളകൂട്ടിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിന്റെ 2 വലിപ്പുണ്ട്. ഇതിന്റെ അടുത്ത വലിപ്പുണ്ട്. പിന്നെ വലിയ കാളയും വെച്ച് പൂട്ടും. ഇത് ചെറിയ പോത്ത് അങ്ങനത്തെ വെച്ച് പൂട്ടുന്നതാണ്. ഇതും അല്ലാതെ കാളയ്ക്ക് തന്നെ ഉപയോഗിക്കും, ചെറിയ കാളയ്ക്ക്. ഇത് നമ്മള് പിന്നെ സാധാരണ വയലിൽ പൂട്ടാൻ അത് അതേ സംഭവം തന്നെ. ഒക്കെ മോഡലൊക്കെ വെച്ചിട്ടുണ്ടോ? നിലവിലുണ്ടോ കാളനെ വെച്ച്? ഓ, കാള കൊണ്ട് ഉഴുതുന്നല്ലേ? ഓ, അതിന്റെ പണിയുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ വയലിൽ അങ്ങനെ ഉണ്ടോ പണി? ഓ, പണിയുണ്ട്. പോകുമ്പോ എന്തായാലും മാസത്തില്. ഇത് ചെരുപ്പ് മുട്ടി. ഇതെങ്ങനെ അതിന്റെ ഇത്? ഇതിനൊരു കോലുണ്ടാവും, നിങ്ങളെ 2.65 നിങ്ങളുള്ള ഒരു കോലുണ്ടാവും കഴിഞ്ഞില്ലേ, അത് ഇതിലിടും. ഇതിപ്പോ ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ. സീസൺ ആകുമ്പോ പോലെ വരും. അല്ലത് പിന്നെ കാള പൂട്ടുന്ന ആളെങ്ങനെ അത് ഉപയോഗിക്കാം? ഇത് ഇവിടെ ചവിട്ടി വരാം. ഒരു കാല് ഇവിടെ, ഒരു കാല് ഇവിടെ കേറി. പുല്ലാളൂര് ആണ് ഇതിന്റെ മെയിൻ സ്ഥലം. അവിടേക്കാണ് എല്ലാരും വരിക ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സീസൺ ആകുമ്പോഴേക്ക് ആള് വരും. ഇത് കന്നുകൂട്ട്. ഇതിന്റെ ബാക്കി ഇനി പണിയുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നമ്മളെ വയലില് പിന്നെ പറമ്പിലൊക്കെ പൂട്ടുന്നതിന്റെ കന്നുകൂട്ടിന്റെ കരിന്റെ ആണ്. ഇനി കോല് വരാണ്ട്, കൈ വരാണ്ട്, ഇതൊക്കെയാണ് ഇപ്പൊ. പിന്നെ ഈ തലമുറയിൽ ഇപ്പം ഇവിടുത്തെ ഈ പ്രദേശം ഇപ്പം ഞാനുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പം ഇവിടെ ആരും ഇല്ല, ആരും എടുക്കാനും ഇല്ല, എടുക്കുന്നുമില്ല. അപ്പം ഇതിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ ബാക്കിയൊക്കെ എടുക്കാനുണ്ട്. ബാക്കിയൊക്കെ സെറ്റുണ്ട്. അതിന്റെ കോല് തവടുണ്ട്, അതിന്റെ കൈ. ഇത് നിലവിളക്ക് നല്ല വലുപ്പത്തില്. ഇത് ശരിക്ക് കത്തിക്കാൻ ഇത് അങ്ങനെ അല്ല ഉപയോഗിക്കാൻ. ഇത് നമ്മൾ ഇലക്ട്രിക് ബൾബ് ഉപയോഗിച്ച് അതിന് വേണ്ടി ഷോക്കാക്കി. ഇത് എന്താ മരം? ഇത് പ്ലാവുണ്ട്, തേക്കുണ്ട്, ഇരുളുണ്ട്. വേറെ വേറെ മരം അല്ല, അതൊക്കെ ഇങ്ങനെ ഊരിയെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന സാധനം. ഇതൊന്നല്ല, ഇതിനേക്കാളും ഗംഭീരമായ വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു സാധനം. ഇത് ശരിക്കും വാഴക്കൊല നിൽക്കുന്ന പോലെ തന്നെ. ഞാനതാണ് ചെയ്യുന്നതൊക്കെ ഏകദേശം മുമ്പൊക്കെ പറ്റുന്ന രീതിയിൽ കയ്യിൽ നിന്ന് ഒറിജിനലായിട്ട് ഉണ്ടാക്കാനുള്ള. ഇതിട്ട് 2 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്ന് പിന്നെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. കർഷക ജേതാവിലെ സുർജിത്ത് ചേർത്തല, മൂപ്പർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്ന് ഉണ്ടായിരുന്നു. അത് ഇതിന്റെ തുണ അത് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ വേറൊന്നാണ് അടക്കന്റെ ഒരു കൊല അല്ലേ? ഇത് ശരിക്കും ഒരു കഴിഞ്ഞ മുകളിൽ കൊണ്ട് വെട്ടിയെടുത്ത പോലെ ഉണ്ട്. അതാണ് ഒറിജിനലായിട്ടാണ് തോന്നിക്കുന്ന രൂപത്തില് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ശരിക്കും നിരീക്ഷിച്ച് ചെയ്തതാണ്. അത് നമ്മൾ അടക്കാക്കോലം മനസ്സിലിങ്ങോട്ട് കണ്ടിട്ട് അതേമാതിരി ഇതൊക്കെ ഓരോ കഷ്ണങ്ങളാണ്, ഒക്കെ പിടിപ്പിച്ചതാണ്. അടക്ക അതുപോലെ തന്നെ അടക്കേന്റെ രൂപം കണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കിളിക്കൂട് അല്ലേ? തത്തക്കൂട് എന്ന് പറയും. തത്തക്കൂട്. ഇതിങ്ങനെ തുറക്കാം, പൊന്തിക്കാം. ഓക്കെ. ഇതൊക്കെ ശരിക്കും ഇപ്പൊ ആൾക്കാര് കിളിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോറ്റാൻ വേണ്ടി കൊറേ ഉണ്ടാക്കി വെച്ചിട്ട് പണ്ടൊക്കെ മരത്തിന്റെ മാത്രമേ അതിന് ഉപയോഗിക്കാം. ഇരുമ്പിന്റെ ഉപയോഗിക്കാം. അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കൂല? അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കും. ലോക്കായിട്ട് നടന്ന് വന്നോളൂ. ഇത് തെയ്യത്തിന്റെ ഒരു ആഭരണമാണ്. ഇത് മാർവട്ടം എന്ന് പറയും. ഇതിന്മേലൊക്കെ ഇനിയും ഇതുമ്പോഴത്ത് ഇങ്ങനെ ഉണ്ടാക്കി പോവും. ബാക്കിയൊക്കെ പുതുക്കലൊക്കെ ഓരോ പണികളാണ്. തെയ്യത്തിൻ്റെ കോപ്പുകൾ മരത്തിലുണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമാർന്ന കലാകാരനാണ് അദ്ദേഹം. ചെണ്ട, തുടി എന്നിവയും ഉണ്ടാക്കാറുണ്ട്. ഉടുക്ക് ഇത് മൊത്തം ഞാൻ ചെയ്യുന്നതാണ്. തോലടക്കട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ അടക്കേൻ്റെ കുറ്റിയുണ്ട്, പിന്നെ തുടി, ചെണ്ട, ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ വകുപ്പിലെല്ലാം.
ഇതൊക്കെ നമ്മളെ അമ്പിളിച്ചേട്ടന്റെ അമ്പിളിച്ചേട്ടന്മാരാണ് അല്ലേ? അതെ 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 സുഹൃത്തുക്കളാണ്. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ഷൈജു. നിങ്ങളുടെ പേര്? എന്റെ പേര് ബാബു. ബാബു. നിങ്ങള്? രാജി. നിങ്ങള്? സുരേഷ്. ഓക്കെ. എന്താണ് നിങ്ങളെ ഫ്രണ്ട് അമ്പിളിച്ചേട്ടൻ എന്താണ് പ്രമോദേട്ടൻ അല്ലേ? എന്താണ് നിങ്ങൾ പറയാ? നമ്മളെ സുഹൃത്തിന്റെ എന്താ പറയാ കഠിനാധ്വാനം തന്നെ പറയാം, കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധയോടെ ഇരുന്ന് ചെയ്യുന്ന ഓരോ പണികളാണ്. അപ്പോൾ നമ്മളോട് വരുമ്പോൾ ഇതേ ഓരോ എന്താ പറയുക ഇങ്ങനത്തെ ഓരോരോ പണികളായിരിക്കും മൂപ്പർക്ക് ഉണ്ടാവുക. മുമ്പൊക്കെ മൂപ്പര് നമ്മൾ ആശാരിപ്പണി എന്ന് പറഞ്ഞാൽ കട്ടില ജനൽ ഉണ്ടാക്കി അതാണല്ലോ മെയിനായിട്ട് നമ്മൾ കാണാം ആശാരിപ്പണി എന്ന് പറയുമ്പോൾ. അതിൽ നിന്നൊരു വിഭിന്നമായിട്ട് പ്രമോദിന്റെ അത്ര കലാവിരുത് ഇവിടെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഇതിപ്പോൾ പുറം ലോകം കൂടി അറിയണം എന്നുള്ളൊരു ഇതാണ് നമുക്കുള്ളത്. അതൊരു പിന്നെ ഇതുണ്ട്, ഒരു വിഷമം. കാരണം വെച്ചാൽ ഇതൊന്നും ആരും അറിയുന്നില്ല. അല്ല അതാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിന്റെ പണിയൊന്നും എടുക്കാൻ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ചെറുപ്പക്കാരനുണ്ട്, ഈ ചുറ്റടത്തിലൊന്നും വേറെ ആരുമില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ ആശാരിമാർ കുറെ നമ്മളെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആശാരിപ്പണി എടുക്കുന്നവരും ഉണ്ട്, ആശാരി കുടുംബത്തിലുള്ള ആളുകളുണ്ട്. മൂപ്പര് ആശാരി കുടുംബത്തിൽ തന്നെ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഒരു വക കൂടി ഈ വർക്കിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് എല്ലാ ഇതും നോക്കിയാൽ ആ തുടീൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തുടിയൊക്കെ അങ്ങനത്തെ ഓരോ കമ്പനികളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ്. മൂപ്പര് ചെണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഉത്സവകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ കിട്ടുന്ന ഒരാളാണ്. ഉത്സവകാലം പിന്നെ അത് തന്നെയായിരിക്കും, പിന്നെ പുറത്തിറങ്ങൂല. ഒരു ഫോട്ടോ എടുത്ത് വിടാനാണ് പറയുക. അതൊക്കെ നമ്മളിരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കും മൂപ്പര് എന്താണ് അതിന് ഫോട്ടോ, ആ ഫോട്ടോ അതേപോലെ കൊത്തി കൊടുക്കാൻ കഴിയുന്നൊരു കലാകാരനാണ് പ്രമോദ്. നമ്മളൊരു സുഹൃത്തും നല്ല വഴികാട്ടിയും എന്ന് പറഞ്ഞ ആളാണ്. നാട്ടിലേക്ക് എത്തുന്നില്ല, നാടറിയപ്പെടുന്ന ഒരാളാണ്. ലോകം അറിയണം, ലോകം അറിയണം. കരവിരുതുകളും കഴിവും നമ്മൾ അംഗീകരിച്ചതാണ്. അത് നാട്ടുകാരും എല്ലാവരും കൂടി അറിയണം അതെന്താണെന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ കലാകാരന് ലോകം അറിയണം. അത് നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ അറിയിക്കണം. നമ്മളാണ് ഇതിൻ്റെ പ്രചാരകർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലെത്തും വരെ നന്ദി.